ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ പീസ് പബ്ലിക് സ്കൂളിലെ എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും നമ്മുടെ ഈ സിമ്പോസിയത്തിലേക്ക് ഇന്ററാക്ഷൻ സെഷനിലേക്ക് സ്വാഗതം. ഇതിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി എപ്പോഴെങ്കിലും പഞ്ചായത്തുകളിലോ നഗരസഭകളിലോ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കൈപൊക്കിയാൽ മതി. ഇതിനു മുമ്പ് നിങ്ങളുടേതായ ആവശ്യത്തിന് ആരും പോയിട്ടില്ല അല്ലേ? അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, ഞാനിതിൻ്റെ ചരിത്രമൊന്നും പറയുന്നില്ല, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രം തരാം. നമുക്കറിയാം, നമ്മുടെ ഭരണ സംവിധാനം 3 തലത്തിലാണ്, അതിൽ 3 സർക്കാരുകളാണ് നമുക്കുള്ളത്. ഒന്ന് കേന്ദ്ര സർക്കാർ, മറ്റത് സംസ്ഥാന സർക്കാർ, പിന്നെ പ്രാദേശിക സർക്കാർ. ആ പ്രാദേശിക സർക്കാരിനെ കുറിച്ചാണ് നമുക്ക് ഇന്നിവിടെ കാര്യമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം, പഞ്ചായത്ത് എന്ന് പറയുന്ന ഈ സംവിധാനം, അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന സംവിധാനം, നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ നമ്മളെ ഇന്ത്യയിൽ പഞ്ചായത്തുകളുണ്ട്. പഞ്ചായത്തുകൾ ഒരു പ്രാകൃതമായ രൂപത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ നമുക്ക് പഞ്ചായത്തുകളുണ്ട്. അതേസമയം അതിനൊരു വ്യവസ്ഥാപിതമായ രൂപം ഉണ്ടായിരുന്നില്ല. 1957 ബൽബന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് എന്ന് പറയുന്ന, ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുശേഷമാണ് പഞ്ചായത്തുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. പിന്നീട് 92 ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന സംവിധാനത്തിന്, അല്ലെങ്കിൽ ത്രിതല സംവിധാനത്തിന് ഭരണഘടന കൃത്യമായിട്ടുള്ള ഒരു അനുമതി കൊടുത്തു. പിന്നെ 94 നമ്മൾ കേരളത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് വരുന്നത്. ഏത് വർഷമാണ്? 1994. അതോടുകൂടി സംഭവിച്ച ഒരു വലിയ വിപ്ലവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കാരണവന്മാർ പണ്ട് ഒരു കടലാസിന് വേണ്ടിയിട്ട്, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരിൻ്റെ ആഫീസുകളിൽ കയറി ഇറങ്ങി നടക്കലായിരുന്നു പണി. ഒരു കടലാസുമായിട്ട് നമ്മൾ ഓഫീസിൽ പോകും, അത് കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കും. ആ അപേക്ഷ കിട്ടാൻ വേണ്ടി 4 ഓഫീസിൽ പിന്നെയും കയറി ഇറങ്ങണം. കടലാസ് കൊണ്ടുവരും, അപ്പോൾ ഇത് പോരാ, വേറെ കടലാസ് വേണം എന്ന് പറയും, വീണ്ടും കയറി ഇറങ്ങണം. ഇങ്ങനെ നമ്മളെ നെട്ടോട്ടം ഓടിച്ചിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ കയ്യിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ നേരെ മുന്നിലേക്ക് നമ്മുടെ അധികാരം കിട്ടിയിട്ടുള്ള ഒരു സുവർണമായ കാലഘട്ടമാണ് പഞ്ചായത്ത് രാജിന് ശേഷം നമുക്കുണ്ടായത്. അതായത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ നിങ്ങളുടെ മുന്നിൽ ഗ്രാമസഭ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നു. നിങ്ങളുടെ വിമർശനങ്ങൾ അവിടെ ഉന്നയിക്കാം, നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാം. അത് നേരെ പഞ്ചായത്തിലെത്തുന്നു. അത് കൃത്യമായിട്ട് പിന്നെ അതിൻ്റെ ക്രമം നോക്കിയിട്ട് നിങ്ങൾക്കത് ലഭിക്കുന്നു. അപ്പോൾ നമ്മിലേക്ക് അധികാരം നമ്മുടെ കയ്യിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു അവസ്ഥയിലേക്കാണ് പഞ്ചായത്ത് രാജ് ആക്ട് നമ്മളെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ത്രിതലം എന്ന് പറയുമ്പോൾ ഏതെല്ലാം തലങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഏതെല്ലാണ്? താഴെ നമ്മൾ ഗ്രാമപഞ്ചായത്ത് തുടങ്ങി, മുകളിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത്, അതിൻ്റെ മുകളിലേക്ക് ജില്ലാ പഞ്ചായത്ത്. ഇതാണ് ത്രിതലം. അത് ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ പഞ്ചായത്ത് ആകുമ്പോൾ, നഗരങ്ങളിലേക്ക് വരുമ്പോൾ അത് നഗരസഭയായിട്ട് മാറും, അല്ലെങ്കിൽ കോർപ്പറേഷനായിട്ട് മാറും. ഇതാണ് അതിൻ്റെ സംവിധാനം. ഇനി എനിക്ക് ഇതിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നിങ്ങൾ 2 കൂട്ടരും തമ്മിൽ ആയിക്കൊള്ളണം. മനസ്സിലായല്ലോ? നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ വിമർശനങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് മുന്നിൽ ഇരിക്കുന്നവരെല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചെയർമാൻ, ഒരുപാട് വർഷത്തെ പരിചയമുള്ള, പിന്നെ ഈ നഗരസഭാ അധ്യക്ഷന്മാരുടെ സംഘടനയുടെ കൂടി നേതാവായിട്ടുള്ള ആളാണ് അദ്ദേഹം, കെ നാസർ. ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിക്കാം. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരാണ് ഈ ഇരിക്കുന്നവരെല്ലാവരും. അപ്പോൾ നിങ്ങളുടെ വിമർശനങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം, അവർ കൃത്യമായിട്ടുള്ള ഉത്തരം തരും. എവിടെയെങ്കിലും ഞാൻ ഇടപെടണമെന്ന് തോന്നുമ്പോൾ അപ്പം ഞാൻ ഇടപെടാം. ഓക്കെ, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് തുടങ്ങാം. ആദ്യം ആരാ ചോദിക്കുന്നത്? ഓക്കെ, ചോദിച്ചോളൂ. ആരോടാണ് ചോദിക്കുന്നത്? എന്നിട്ട് ചോദ്യം വ്യക്തമായിട്ട് ചോദിക്കും. ഓക്കെ. എന്റെ ആദ്യത്തെ ചോദ്യം മുനിസിപ്പൽ ചെയർപേഴ്സണോടാണ്. താങ്ക് യു. നമ്മുടെ നാട്ടിൽ എല്ലാ ജനങ്ങളും ഒരുപോലെ നികുതി അടക്കുന്നുണ്ട്. അപ്പോൾ ഈ നികുതി അടക്കുന്നത് ജനങ്ങൾ അവരുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും നല്ല രീതിയിൽ നടക്കും എന്നുള്ളൊരു ഉറപ്പോടെയാണ് ഗവൺമെന്റിന്റെ ഒരു ഉറപ്പോടെയാണ് അവരത് അടക്കുന്നത്. അപ്പോൾ മുനിസിപ്പാലിറ്റി ഇത് എല്ലാ ജനങ്ങളിലേക്കും, ഓരോ വാർഡുകളിൽ നിന്നും എല്ലാ ജനങ്ങളിലേക്കും അവരുടെ ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തുല്യമായി നടക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് മുനിസിപ്പാലിറ്റി ഉറപ്പാക്കുന്നത്? നല്ല ചോദ്യമാണ്. അതായത് എല്ലാ ജനങ്ങളും ടാക്സ് തരുന്നുണ്ട്, അവർ ആവശ്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം അല്ലേ? തുല്യമായി ഒരിക്കലും ഒരു നാട്ടിലെ, കോട്ടക്കൽ ടൗണിലെ വികസനമല്ല മരവട്ടത്തേക്ക് വേണ്ടത്. കോട്ടക്കൽ ഡിഫറെന്റ്, ടൗണിൽ ഒരു ഡിഫറെന്റ്. നിങ്ങൾ കോട്ടക്കലെ എല്ലാവരും, കോട്ടയക്കാർ മാത്രമല്ല, കോട്ടക്കലിലേക്ക് വരുന്ന പരിസര പ്രദേശത്തുള്ള ആൾക്കാർ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കോട്ടക്കൽ ടൗണിൽ കൂടുതൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ്.
മരവട്ടത്ത് നമുക്ക് വലിയ റോഡുകളോ അല്ലെങ്കിൽ കൈവരികളുള്ള നടപ്പാതകളോ ആവശ്യമില്ല. അവിടെ നമുക്ക് വേണ്ടി കാർഷിക രംഗത്തുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഓരോ പ്രദേശത്തും നമുക്കുണ്ടാകേണ്ടത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊജക്റ്റുകളും പദ്ധതികളുമാണ്. ഒരു നാട്ടിലെ വികസനം തീരുമാനിക്കുന്നത് നേരത്തെ വിമൽജി പറഞ്ഞ പോലെ വാർഡ് സഭകളാണ്. വാർഡ് സഭകൾ തന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യങ്ങൾ ഡിമാൻഡ് ഭയങ്കരമാണ്, റിസോഴ്സ് വളരെ ചുരുങ്ങിയതാണ്. ഏതൊരു സർക്കാരിൻ്റെയും പ്രശ്നങ്ങൾ അതാണല്ലോ. അതാണ് സംസ്ഥാന സർക്കാർ 5,00,000 കോടി കടത്തിൽ വരുന്ന കാരണം എന്താ? നമ്മൾ ആവശ്യങ്ങൾ ഡിമാൻഡ് കൂടുതലാണ്, നമ്മൾ ഫൈനാൻസ് എന്നുള്ള റിസോഴ്സ് വളരെ കമ്മിയാണ്. അപ്പോൾ ഇതിന് വാട്സപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പുകൾ ചർച്ച ചെയ്ത്, വികസന സെമിനാർ ചർച്ച ചെയ്ത് ഇതിൻ്റെ ഫണ്ട് അലോക്കേഷൻ വരെ കൊടുക്കുന്ന പ്രക്രിയയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അത് ആവശ്യാനുസൃതം ആ നാട്ടിലേക്ക് പ്രയോറിറ്റി ചെയ്തുകൊണ്ട് ആ നാട്ടിലേക്കുള്ള വികസനം നടത്തുന്നു എന്നുള്ളതാണ്. നഗരസഭകൾക്ക് ഓരോ വാർഡിലും വ്യത്യസ്തങ്ങളായുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്. ആര് കൂടുതൽ ടാക്സ് തന്നു അല്ലെങ്കിൽ ആര് ടാക്സ് തന്നു എന്ന് നോക്കിയിട്ട് വികസനം നടത്തുകയാണെങ്കിൽ കോട്ടക്കൽ ടൗണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ടാക്സിൻ്റെ ഒരു 65% കോട്ടക്കൽ നഗരസഭയുടെ വരുമാനത്തിന് ടാക്സ് കിട്ടുന്ന പ്രദേശം കോട്ടക്കൽ ടൗൺ മാത്രം. അപ്പോൾ അവിടെ കിട്ടിയ ടാക്സ് അവിടെ മാത്രം ചിലവാക്കാൻ പറ്റില്ല. ഇവിടുത്തെ പൈസ എന്ത് ചെയ്യണം? മരവട്ടത്തെ തന്ന പൈസയിൽ നിന്നും ഒരു വലിയൊരു എമൗണ്ട് ഇവിടുത്തെ കാർഷിക രംഗത്ത് കുട്ടികളുടെ കാര്യത്തിനൊക്കെ ഉപയോഗിക്കേണ്ട പൈസ ഇതാണ്. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ട് ഡിമാൻഡ് അനുസരിച്ച് വികസനം കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്റെ ചോദ്യം ചെയർപേഴ്സണോടാണ്. ലൈക്ക് ഞാനിപ്പോ ഒരു മുനിസിപ്പൽ ഓഫീസിലാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ബട്ട് ഇതുവരെ എനിക്ക് ഇതിനെ പറ്റി ഓവർ അറിവില്ലാത്ത ഒരാളാണ്. പക്ഷെ എനിക്കിതിനെ പറ്റി ഓരോന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റി ആയിരുന്നു. മീൻസ് ഇവിടെ എന്തൊക്കെ നടക്കുന്നു, എന്താണ് ഇത് എന്നറിയാനുള്ള. സോ എനിക്ക് ക്യൂരിയോസിറ്റി ലീഡ് ചെയ്തത് പല ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് അത് ചില ആൻസറൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് മെയിൻലി എന്റെ മൈൻഡിൽ വന്നത് പറഞ്ഞാല് എന്താണ് മുനിസിപ്പാലിറ്റി അതെനിക്കറിയാം, എന്തിനാണ് ഇത് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇവിടെ ഡെയിലി നടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അത് പൊതുജനങ്ങൾക്ക് അറിയുന്നതാവും അറിയാത്തവരുണ്ടാവും. പക്ഷെ മെയിൻലി നടക്കുന്ന ചില പ്രൊസീജിയേഴ്സ്, വെരിഫിക്കേഷൻസ് എന്തെല്ലാമാണ് പറഞ്ഞു. ഇവിടെ മുനിസിപ്പാലിറ്റിയിലെ ആക്ടിവിറ്റീസ് എന്താണെന്നാണ് നമുക്കറിയേണ്ടത്. മുനിസിപ്പാലിറ്റി നേരത്തെ പറഞ്ഞ നമ്മൾ വാർഡ് സഭയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് തരുന്നു, കേന്ദ്ര സർക്കാർ ഫണ്ട് തരുന്നു, നഗരസഭയുടെ ഓൺ ഫണ്ട് ഉണ്ടാകുന്നു. ഈ ഫണ്ടൊക്കെ കളക്ഷൻ നടത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ വാർഡിൽ നിന്ന് കിട്ടി നേരത്തെ ക്രോഡീകരിക്കാൻ വേണ്ടി എന്താ, ഒരു വാർഡിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഫണ്ട് അനുസരിച്ച് എല്ലാ ഭാഗത്തേക്കും ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കുക. ഒരു വികസന പ്രവർത്തനം തോടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആ തോടുണ്ടാക്കണതിന് മുന്നേ AS കൊടുക്കണം, TS കൊടുക്കണം, അത് വെറ്റിംഗ് ചെയ്യണം, പ്ലാൻ കമ്മിറ്റിക്ക് പോകണം, DPCയിലേക്ക് പോകണം, അതിൻ്റെ ടെൻഡർ പ്രൊസീജിയർ, അതൊരു ദൈനംദിന പ്രൊസീജിയർ നടത്താൻ ഒരു ടീം വേണം. അത് അങ്ങനെ അപ്പോൾ ഒരു കാര്യങ്ങൾ നടന്നു പോകും. ഇപ്പം നമ്മൾ ഒരു അപ്ലിക്കേഷനായിട്ട് ഇവിടെ ഒരാൾ വരുമ്പോൾ അത് നടത്തുന്നതിന് വേണ്ടി രാവിലെ മുതൽ അതിൻ്റേതായിട്ടുള്ള അത് മാരേജ് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതും ഇത്തരം ആവശ്യം മറ്റൊരു ഹയർ ഓഫീസിലേക്ക് പോകുമ്പോഴുള്ള കുട്ടികൾക്കൊക്കെയാണെങ്കിൽ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ ജോലി കിട്ടാനുള്ള മറ്റുള്ള സർട്ടിഫിക്കറ്റുകൾ, ഏജ് സർട്ടിഫിക്കറ്റുകൾ, പെൻഷൻ കൊടുക്കുന്ന ആവശ്യം, അത്തരം കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ നഗരസഭ ഡെയിലി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ ദൈനംദിനമായിട്ട് നടക്കുന്നത്. മിനിമം ഒരു ദിവസം 100ഓളം അപ്ലിക്കേഷൻ മിനിമം വന്നിരിക്കും. 100 മുതൽ 200 വരെ അപ്ലിക്കേഷനുകൾ വന്നിരിക്കും. ലൈസൻസുകൾ, ഇവിടുത്തെ കച്ചവടക്കാർക്കുള്ള ലൈസൻസുകൾ, ആരോഗ്യ പ്രവർത്തനങ്ങൾക്കുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ദിവസം എന്ന റൊട്ടീൻ ഡേ ബൈ ഡേ ഉള്ള എല്ലാ റൊട്ടീൻ പ്രവർത്തനങ്ങൾ നടത്താൻ കോട്ടക്കൽ നഗരസഭയിൽ 40ഓളം ജീവനക്കാർ അറ്റ് എ ടൈം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഡെയിലിയുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സർ കുറെ അപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഇത് ഏകദേശം എത്ര ടൈം പീരീഡ് വരെ അത് കംപ്ലീറ്റ് ചെയ്യാൻ? ഓരോ അപ്ലിക്കേഷൻസ് കൊടുക്കുന്നതിനും നമുക്ക് ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ആ AI യുഗം ആയതുകൊണ്ട് തന്നെ സ്മാർട്ട് എന്ന് പറയുന്ന ആളിവിടെ ഇപ്പോൾ ഇനി ഇവിടുന്ന് ഓഫീസിലൊക്കെ ഒരു പ്രത്യേക കാലം കഴിഞ്ഞാൽ മാക്സിമം ഒരു 5 years വന്നാൽ ഒരാളും ഓഫീസിലേക്ക് വരുന്ന പ്രശ്നമില്ല. കാരണം വെച്ചാൽ ഒക്കെ സ്മാർട്ടിലൂടെ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന സിസ്റ്റത്തിലേക്ക് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോട്ടക്കലിൽ നമ്മളൊക്കെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റിന് ഇത്ര സമയങ്ങൾ, ഇപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ കല്യാണം കഴിഞ്ഞ അന്ന് വിത്തിൻ 2 hours കൊണ്ട് കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുകയാണ്. 2 മണിക്കൂർ കൊണ്ട് ഇവിടുന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പം മാരേജ് സർട്ടിഫിക്കറ്റ് ആരും കൊണ്ട് വരണ്ട,
വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയാപ്പിളിനും പുതിയണ്ണിനെയും വീഡിയോ കോൾ ചെയ്താൽ അത് കാണിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സിസ്റ്റം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നിൽക്കാൻ കഴിഞ്ഞു. അന്ന് തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇപ്പോൾ ഗൾഫിൽ നിന്ന് നടന്ന ഒരു മാരേജ് ആണെങ്കിൽ പോലും നമുക്കിവിടെ ആരെങ്കിലും ഇവിടെ പുറത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാനുള്ള സംവിധാനത്തിനെ കുറിച്ച് ആലോചിക്കും. എന്റെ പേര് ലിമാൻ. എന്റെ ക്വസ്റ്റ്യൻ വൈസ് ചെയർപേഴ്സണാണ്. പുതിയ ലെജിസ്ലേറ്റീവ് ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്നലെ ആയിരുന്നു ബജറ്റ് ഇറക്കിയത്. അപ്പൊ ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയില് ബജറ്റ് ഇറക്കിയത്. ആദ്യം ബജറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും. ബജറ്റ് പറഞ്ഞാൽ നമുക്കൊരു മാസത്തെ നമ്മളെ വീടുകളിലൊക്കെ ആണെങ്കിൽ കുടുംബത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ബജറ്റിന്റെ. കാരണം പിന്നെ നമ്മളെ ഒരു മാസത്തെ വരുമാനം അത് അതിന്റെ നമുക്ക് ചെലവാക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും ഒക്കെ കൂട്ടി നോക്കി അതാണ് ഈ ബജറ്റ്. ആ ബജറ്റിൽ എന്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ നിങ്ങൾക്ക് അത്ര ധാരണ ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം, നമുക്ക് പേരൻസ് ആണ് നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കുടുംബത്തിന് ഒരു മാസം എത്ര വരുമാനമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് വലിയ ബാധ്യതകൾ ഇല്ലാതെ നമുക്ക് പോവാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സർക്കാരുകളാണെങ്കിലും ഓരോ വർഷം ഉണ്ടാകുന്ന വരവും ചെലവും നോക്കിയിട്ടാണ് ബജറ്റിലേക്കുള്ള സംഖ്യ വിലയിരുത്തുക. അപ്പൊ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരള സർക്കാർ നമുക്ക് വേണ്ടി, അതായത് കോട്ടക്കൽ മണ്ഡലത്തിന് വേണ്ടി തന്നെ 437 കോടി രൂപയൊക്കെ വെച്ചപ്പോഴേ വളരെ സന്തോഷമുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയും. അപ്പൊ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ഡ്രൈനേജ് സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2 കോടി നമുക്കായി നീക്കി വെച്ചത്. അങ്ങനെ ഓരോ വർഷവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമുക്കറിയാം. ഇതൊക്കെ എങ്ങനെ വരുന്നത് വെച്ചാൽ ആദ്യം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പഠനം മാത്രമല്ല, ആ പഠനത്തിന് അപ്പുറത്തേക്ക് സമൂഹത്തിന്റെ ചിന്താഗതികളും നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോയതിനും ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഇവിടെ വന്നതിലും ആദ്യമായി നിങ്ങളെയും നിങ്ങളിവിടെ കൊണ്ടുവന്ന അധ്യാപകരെയും അഭിനന്ദിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം പുതുതലമുറ നിങ്ങളാണ് നാളത്തെ ജനാധിപത്യ പ്രക്രിയകളുടെ ഭാഗങ്ങളാകേണ്ടത്. അപ്പോ അതിനനുസരിച്ച് നമുക്കറിയാം, ബജറ്റ് കോട്ടക്കൽ നഗരസഭയിൽ പറഞ്ഞാല് ഓരോ വർഷവും വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ്. പല മേഖലക്ക് വേണ്ടിയിട്ടാണ് ഫണ്ട് നീക്കി വെക്കുക. അത് സേവന മേഖലയുണ്ട്, പശ്ചാത്തല മേഖലയുണ്ട്, ഉൽപാദന മേഖലയുണ്ട്. അപ്പൊ അതിനൊക്കെ വെച്ചുകൊണ്ട് എത്ര ഫണ്ട് നമ്മുടെ കയ്യിലുണ്ട്, ആ ഫണ്ടുകൾ എവിടുന്നാണ് നമുക്ക് കിട്ടുക? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഓൺ ഫണ്ട്, കോട്ടക്കൽ നഗരസഭയുടെ ഓൺ ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന നികുതിയാണ്, ടാക്സ് ആണ്. ജനങ്ങൾ നൽകുന്ന ടാക്സുകളാണ് ഓൺ ഫണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആക്കിക്കൊണ്ട് അതിനപ്പുറത്തേക്ക് കുറെ സ്പോൺസർഷിപ്പുകളും നടത്തിക്കൊണ്ടാണ് ഓരോ വർഷവും നമ്മൾ ഒരു വർഷത്തെ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. 5 വർഷത്തേക്കാണെങ്കിൽ നമ്മൾ വലിയ വലിയ പ്രോജക്റ്റുകൾ, അത് പ്ലാൻ ഫണ്ട് വെച്ചുകൊണ്ട് 5 വർഷക്കാലത്തേക്ക് വിഭാവനം ചെയ്തുകൊണ്ട് പദ്ധതികൾ നടപ്പാക്കും. ഒരു വാർഷികാടിസ്ഥാനത്തിലാണെങ്കിൽ ആ ഒരു വർഷ കാലാവധിക്കുള്ളിൽ കണ്ടെത്തേണ്ട ഫണ്ടുകൾ നമ്മുടെ കയ്യിൽ എത്ര സ്രോതസ് ഉണ്ട് അതിനനുസരിച്ച് ഓരോ പദ്ധതിയും, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ മേഖലകളാണ്. അത് പശ്ചാത്തല മേഖല, റോഡാകാം, അല്ലെങ്കിൽ ജലസേചന സൗകര്യങ്ങളാകാം, സ്കൂളുകൾ ഉണ്ടാക്കലാകാം, ആശുപത്രികൾ ഉണ്ടാക്കലാകാം, അങ്ങനെ തുടങ്ങി നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകളാണ് ഓരോ നഗരസഭയും നമ്മള് അതിന് ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് ഓരോ പദ്ധതിയും വിഭാവനം ചെയ്യുന്നത്. എൻ്റെ പേര് തൗബ. എൻ്റെ ചോദ്യം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണിനോടാണ്. പരിസ്ഥിതി നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്, വികസനവും നമുക്ക് ആവശ്യമാണ്. അപ്പൊ പരിസ്ഥിതിക്കും വികസനത്തിനും ഇടയിൽ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ ഏതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക? എല്ലാവർക്കും നമസ്കാരം. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സദസ്സിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് ഒരു പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ പുതിയൊരു ജനറേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഇൻഫർമേഷൻ ടെക്നോളജി കാലത്ത് അല്ലെങ്കിൽ കൂടുതൽ ആ കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകളെ നിലയ്ക്ക് ഞങ്ങൾ നമ്മളിടത്തോളം ഇതിങ്ങനെ കണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയുന്നത് മനസ്സിലാക്കുന്ന ഒരാളുകൾ കൂടിയാണ്. അപ്പൊ അത്രയും പുതിയ ജൻസി എന്ന് പറയുക പുതിയ പേരൊക്കെ ഇട്ട് വിളിക്കുന്ന ഒരു കാലത്താണ് നിങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ മുന്നിങ്ങനെ ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു പേടിയോട് കൂടി തന്നെ ഉത്തരം പറയണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു രീതി. എന്നാലും ഇവിടെ ചോദിച്ച ചോദ്യം, വികസനം പരിസ്ഥിതി ആഘാതം പരിസ്ഥിതിയെ ബാധിക്കാതെ എങ്ങനെ വികസനം നടത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണല്ലോ അല്ലേ? അതായത് പരിസ്ഥിതി വികസനം നമ്മെ സംബന്ധിച്ചിടത്തോളം വികസനം വരുമ്പോൾ
നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു ചർച്ച ഉണ്ട്. അപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുമ്പോൾ അവിടെ ആ പരിസ്ഥിതി അല്ലെങ്കിൽ അവിടുത്തെ ആ ഭൂമി നശിപ്പിച്ചു അല്ലെങ്കിൽ ആ വികസനം ഉണ്ടാവുള്ളൂ എന്നൊരു ഒരു തോന്നൽ നമുക്കുണ്ട്. എന്നാൽ ഈ പരിസ്ഥിതിയും അതുപോലെ തന്നെ വികസനവും രണ്ടല്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത്. പരിസ്ഥിതിയെ മുറിവേൽപ്പിക്കാതെ വികസനം മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു രാജ്യത്ത് ഏതൊരു രാജ്യത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അവരെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് അവിടെ ബിൽഡിങ്ങിന്റെ ഒക്കെ വർക്കുകൾ ബിൽഡിംഗ് മറ്റു വർക്കുകളൊക്കെ നടക്കും. നമുക്കറിയാം, അതിന് ഒരു യൂട്യൂബ് സെർച്ച് ചെയ്താൽ അറിയാം. ഉയരങ്ങളിലേക്ക് ആ ബിൽഡിംഗ് ഇങ്ങനെ വർക്ക് ചെയ്ത് അങ്ങനെ തട്ടായിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കിയപ്പോൾ കാണാൻ സാധിക്കും. അതിലേക്ക് വികസനവും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ റോഡ് വികസനം, മറ്റു കാര്യങ്ങൾ, ഹോസ്പിറ്റലൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാട്ടില് മലയിടിച്ച് ബിൽഡിംഗ് ഉണ്ടാക്കി, വീടുകൾ ഉണ്ടാക്കി, ഫ്ലാറ്റുകൾ ഉണ്ടാക്കി ഉള്ള ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു ആശങ്ക നമ്മുടെ മുന്നിലുണ്ട്. ആശങ്ക അല്ല, അതൊരു യാഥാർത്ഥ്യം. നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ വർഷം വയനാടുണ്ടായ ദുരന്തങ്ങൾ, അതുപോലെ പല സ്ഥലത്തുള്ള ഫ്ലഡൊക്കെ വരുമ്പോൾ നമുക്കറിയാം. അപ്പൊ ഇതിനൊരു പരിഹാരം എന്നുള്ളത് ദേശീയ നിങ്ങൾ വളർന്നു വരുന്ന പുതിയ തലമുറ എന്നാൽ നിങ്ങൾ ഇതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിട്ടിറങ്ങണം എന്നതാണ് ആദ്യമായി സൂചിപ്പിക്കേണ്ടത്. ഒരു ഭരണ സംവിധാനത്തിൽ ഇരുന്ന് ഇത്തരം കാര്യം പറയുമ്പോൾ നിങ്ങളല്ലേ ഇതിന് നേതൃത്വം കൊടുക്കേണ്ടതെന്ന് തോന്നൽ, ചോദ്യം തിരിച്ചു ചോദിക്കാം. അതാണ്. പക്ഷെ എത്ര പുതിയ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഇവിടെ മണ്ണെടുക്കാൻ നിരോധനമുണ്ട്, പക്ഷെ മണ്ണെടുക്കാൻ അനുമതിയുണ്ട്. മല ഇടിക്കാൻ നിരോധനമുണ്ട്, പക്ഷെ ചില സ്ഥലങ്ങളിൽ ആ മല ഇടിച്ച് മണ്ണെടുത്ത് അവിടെ കൺസ്ട്രക്ഷൻ നടത്താനുള്ള അനുമതി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നടക്കും. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഈ പരിസ്ഥിതികളെ വേദനിപ്പിക്കാതെ വികസനം നടത്തുക എന്നുള്ളത്, നമ്മൾ സാധാരണഗതിയിൽ ഒരു വീടുണ്ടാക്കുക, നമ്മുടെ പ്രദേശത്തെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക. ഈ മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, അല്ലെങ്കിൽ വെട്ടി നശിപ്പിക്കുന്ന മരത്തിന് പകരം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മള് പരിസ്ഥിതി ദിനം ആചരിച്ചു. ഈ പരിസ്ഥിതി ആചരിച്ചപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു കൊല്ലത്തില് അതൊരു എന്താ പറയാ, നമ്മളൊരു മാമൂലായിട്ട് എല്ലാ കൊല്ലവും പരിസ്ഥിതി ദിനം ആചരിക്കാറുണ്ട്. ആ പരിസ്ഥിതി ദിനം ആചരിച്ച് നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് പ്രാധാന്യത്തെ കുറിച്ച് പറയാറുണ്ട്. അത് നമ്മൾ ചെയ്യാറില്ല എന്നത് മറ്റൊരു പ്രശ്നം. ആ മരങ്ങൾ വെട്ടി മാറ്റുന്നതിന് പകരം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് സാഹചര്യം. വീടുകൾ വെക്കുമ്പോൾ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ പ്രദേശത്തുള്ള ആ പരിസ്ഥിതിയെ മുറിവേൽപ്പിക്കാതെ, പരിസ്ഥിതിയെ ബാധിക്കാത്ത രീതിയിലേക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ വികസനം കൊണ്ടുവരാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാടങ്ങൾ നശിപ്പിക്കാതെ. നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ എന്ന് വെച്ചാൽ അത് നമ്മൾ പറയുക പിന്നെ തോടുകൾ ചുരുക്കി, പാടങ്ങൾ ചുരുക്കി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇത് പാടങ്ങൾ നശിപ്പിക്കാതെ പാടശേഖരങ്ങൾ നിലനിർത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെയും പരിസ്ഥിതി നമ്മൾ സംരക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ തോടുകൾ വെട്ടിച്ചുരുക്കും. ഞാൻ ഇടക്കം അതിൻ്റെ ഒരു പ്രതിയാണ് ഇവിടെ ഞാൻ പറയുന്നത്. തോടുകൾ വെട്ടിച്ചുരുക്കുമ്പോൾ റോഡ് സൗകര്യം നമുക്ക് ആവശ്യമാണ്. നമ്മൾ ആളുകളൊക്കെ പറയും, പക്ഷെ മഴ പെയ്യുമ്പോൾ, മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം തോടിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വെള്ളം ഓവർഫ്ലോ ചെയ്ത് അതിൻ്റെ പ്രദേശത്തുള്ള വീടുകൾക്കും കിണറുകൾക്കും ഒക്കെ മലിനമാക്കപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ ഉത്തരവാദി മനുഷ്യരാണ് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതിയെ ബാധിക്കാതെ നമ്മൾ വികസനം കൊണ്ടുവരാൻ സാധിക്കും. അത് തന്നെയാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റികളും അതുപോലെ തന്നെ ഇവിടുത്തെ സംസ്ഥാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ നേരത്തെ ഇപ്പോൾ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലിട്ട് 2-3 ഈ ഒരു 8-10 വർഷത്തിൽ 2-3 ഫ്ലഡ് വന്ന് നമ്മൾ ഒരുപാട് ആളുകൾ മരിച്ചു, ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടായി, കോടികൾ നഷ്ടം ഉണ്ടായി. അതിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യം ഇല്ലാതിരിക്കുന്നതിനോട് ഗവൺമെന്റ് സജീവ ശ്രദ്ധ 3 സർക്കാരുകളും പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതികളെ നശിപ്പിക്കാതെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പൊ ഇത്തരം അതുപോലെ തന്നെ മാലിന്യം നമ്മൾ നിക്ഷേപിക്കും, തോന്നിയ മാതിരി വലിച്ചെറിയും. മാലിന്യം, അതായത് പ്ലാസ്റ്റിക് മാലിന്യം ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റുകളും ത്രിതല പഞ്ചായത്തുകളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതെ പ്രത്യേക വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ച് അത് ഹരിതകർമ്മസേന പോലെയുള്ള സംവിധാനങ്ങൾക്ക് കൊടുത്ത് അതിനെ സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളാണ് ഈ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കാം. എൻ്റെ ചോദ്യം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണോടാണ്. കോർട്ടിക്കൽ സിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ഹബ്ബാണ്. ഇനി ഫുഡ് സ്പോർട്സിനാണെങ്കിലും എന്റർടൈൻമെന്റിനാണെങ്കിലും ഷോപ്പിങ്ങിനാണെങ്കിലും എല്ലാത്തിൻ്റെയും ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് ഒരു സ്ഥലമായി കോർട്ടിക്കൽ സിറ്റി ഇപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയി ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കുകൾ. പട പേടിച്ച് പന്തലത്ത് ചെന്നപ്പോൾ പന്തം കുളത്തി പട എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇനി മെയിൻ റോഡിൽ ബ്ലോക്കായി നമ്മൾ സൈഡ് റോഡ് പിടിക്കുമ്പോഴും അവിടെയും ബ്ലോക്കാണ്.
ഏകദേശം ഒരു ഉച്ച 2 മണി മുതൽ 8 മണി വരെ കോട്ടക്കൽ മൊത്തം ബ്ലോക്ക് തന്നെയാണ്. ഈ പ്രശ്നത്തിൽ എന്ത് പരിഹാരമാണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി കാണുന്നത്? കോട്ടക്കലിലുള്ള ഏറ്റവും വലിയ ഒരു പരാതി ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഈ ഭരണസമിതി ആഗ്രഹിക്കുന്നത്, കോട്ടക്കൽ ടൗൺ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് എങ്ങനെ ലഘൂകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാ ദിവസവും എന്ന നിലയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ട്. ഓഫീഷ്യലായിട്ട് റെഗുലേറ്ററി കമ്മിറ്റിന് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും മുനിസിപ്പൽ ചെയർമാനും RDയും അടങ്ങുന്നതാണ് റെഗുലേറ്ററി കമ്മിറ്റി എന്ന് പറയുന്നത്. ട്രാഫിക് പരിഷ്കാരം വരുത്തുന്നത് ഇതിന് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകൾ, കച്ചവടക്കാരെല്ലാം ചേർന്നിട്ടാണ് ഒരു അഡ്വൈസറി കമ്മിറ്റി. കോട്ടക്കൽ നഗരസഭയിലെ ടൗണിലെ ഏറ്റവും വലിയ പ്രശ്നം, മോള് പറഞ്ഞ ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് തന്നെയാണ്, ട്രാഫിക്കുമായി ബന്ധപ്പെട്ട്. ഇതിന് ആദ്യപടിയായിട്ടാണ് നമ്മൾ ഈ ബഡ്ജറ്റിൽ കോട്ടക്കൽ നഗരസഭയ്ക്ക് 2 കോടി രൂപയുടെ ഫുട്പാത്ത് സംവിധാനത്തോടു കൂടി ആളുകൾ സൈഡിലേക്ക് ഓരം നടക്കുന്നതിന് വേണ്ടി ഫുട്പാത്ത് സൈഡിലോട് കൂടി ഡ്രെയിനേജ് സിസ്റ്റം വരുന്നത് ട്രാഫിക്കിൻ്റെ ഈ തോന്നിയ മാതിരി ആളുകൾ ക്രോസ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ പ്രൊജക്റ്റാണ്. അതോടൊപ്പം ലോകം ഇന്ന് AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നത്. നമ്മൾ AI ടെക്നോളജി ഉപയോഗിച്ച് അതിൻ്റെ പ്രാഥമിക കോട്ടയ്ക്ക് എന്ന് പറയുന്ന വലിയൊരു സംവിധാനം നമ്മളിവിടെ വെച്ച് നടത്തിക്കൊണ്ടായി. അതിൻ്റെ ഒരു പഠന റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബ്രിഡ്കോയുമായി ആലോചിച്ച് അതിൻ്റെ ഒരു AI ടൂൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് കോട്ടക്കലെ ഓട്ടോറിക്ഷ ടൗണിൽ നിന്നും എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ആലോചിക്കുന്നത്. ഓട്ടോറിക്ഷ പാർക്കിങ്ങിനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത്ര സ്ഥലത്ത് ഇത്ര ഓട്ടോറിക്ഷ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ നമ്പറിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു മോഡേൺ ട്രാഫിക് സിസ്റ്റം കോട്ടക്കലിലെ അടുത്ത് തന്നെ ഈ ഭരണസമിതി കാലത്ത് തന്നെ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മളെ ബൈപ്പാസുകൾ കോട്ടക്കൽ ടൗണിലേക്ക് വരാം. ഇപ്പോൾ മലപ്പുറത്തേക്ക് സ്വതമാട് വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ടൗണിൽ കൂടെ മലപ്പുറത്തേക്ക് പോകുന്ന വണ്ടികളാണ് നമുക്കിവിടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ പ്രാവശ്യം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കോട്ടക്കൽ ടൗണിലേക്ക് വാഹനം വരാതിരിക്കാൻ ബൈപ്പാസുകളുടെ വലിയൊരു പുരോഗതി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നന്ദി. ഒരു മുനിസിപ്പാലിറ്റിയിൽ പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്താൽ ആദ്യ 24 മണിക്കൂറിനുള്ളിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക? പകർച്ചവ്യാധി വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും കോട്ടക്കൽ നഗരസഭയിൽ 4 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. 2 സ്ക്വാഡായിട്ട് ഇപ്പോൾ തന്നെ രാത്രിയും പകലും 2 സ്ക്വാഡിനെ വിട്ടിട്ട് 2 പ്രാവശ്യമായിട്ട് രാത്രി 6 മണി തൊട്ട് വൈകിട്ട് 6 മണി തൊട്ട് 12 മണി വരെയും രാവിലെ 6 മണി തൊട്ട് 12 മണി വരെയും 2 സ്ക്വാഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പകർച്ചവ്യാധി തടയാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഹോട്ടലുകൾ, ഫാസ്റ്റ് ഫുഡുകൾ, കൂൾ ബാറുകൾ, തട്ടുകടകളിലൊക്കെ ഇപ്പോൾ രാത്രി നിർത്താൻ വേണ്ടി സോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ വന്നാൽ തന്നെ ആരോഗ്യ വിഭാഗവുമായി കൂട്ടിയോജിച്ച് അതിനുള്ള നടപടി മലപ്പുറം ജില്ല ആളുകൾ കായിക രംഗത്തിലേക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ജില്ല തന്നെയാണ്. ഇവിടെ തന്നെ ഒരുപാട് യുവ കായിക താരങ്ങളും കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ യൂത്തിനെ, ഈ വരുന്ന യൂത്തിനെ ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും എന്തൊക്കെ പ്ലാൻസ് ആണ്, എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് ആണ് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി എടുക്കുന്നത്? എന്തുകൊണ്ട് ഇവർക്ക് പഠിക്കാനും കളിക്കാനും വേണ്ടി ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഇവിടെ കോട്ടക്കലിലായിട്ടുണ്ട്? ഒരു ചോദ്യം കൂടെ, നമ്മുടെ അടുത്ത് തന്നെയുള്ള കോട്ടക്കൽ പറപ്പൂരിൽ ഇപ്പൊ അടുത്ത് നടന്ന ഒരു ഇൻസിഡന്റ് തന്നെയാണ്. നീന്താൻ അറിയാതെ ഒരു മാതാവ് 2 കുട്ടികൾ മുങ്ങി മരിച്ചു. ഇങ്ങനത്തെ ആക്സിഡൻസ് എല്ലാം കുറക്കാൻ വേണ്ടി എന്തെല്ലാം ഇനീഷ്യേറ്റീവ്സ് ആണ് നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? അതുപോലെ തന്നെ 11ാം ക്ലാസ്സിൽ ഗ്രേസ് മാർക്ക് നേടാൻ വേണ്ടി മുനിസിപ്പാലിറ്റി കുട്ടികൾക്ക് സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. ഈ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും എന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കിട്ടുന്നവർക്ക് സ്വിമ്മിംഗ് അറിയാം എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പ് വരുന്നത്? എത്രത്തോളം ഉറപ്പാണ് നിങ്ങൾ ഇത് അത്രയും ജെന്യുവൻലിയാണ് ഇത് നടത്തുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പ് വരുന്നത്? ആദ്യത്തെ ചോദ്യം ഒരു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മള് ഇവിടെ കഴിഞ്ഞ ഭരണസമിതിന്റെ മുമ്പ് 2015-20 കാലഘട്ട സമയത്ത് നമ്മളൊരു ഇൻഡോർ സ്റ്റേഡിയം ഇവിടെ നമ്മൾ ഏകദേശം അതിന്റെ പണി 50% പൂർത്തീകരിച്ചിരുന്നു. കഴിഞ്ഞ ഭരണസമിതി അത് ഉദ്ഘാടനം ചെയ്തു. ഈ ഭരണസമിതിയിൽ ടെൻഡർ നടപടികളൊക്കെ കഴിഞ്ഞു. അതിൽ മത്സരം
ഒരു പരിശീലനമൊക്കെ നടക്കാൻ പോവുകയാണ് ഇതിൻ്റെ. അപ്പോൾ അങ്ങനെ ഇൻഡോർ സ്റ്റേഡിയം ഇപ്പോൾ വലിയ പറമ്പിൽ ഉണ്ട്. രണ്ടാമത് ഉള്ളത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ കാലങ്ങളായിട്ട് ഇവിടെയുള്ള ഒരു ആവശ്യമാണ്. നമ്മളൊക്കെ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഒരു പ്രശ്നമുള്ളത് ഇവിടെ ഒരു സ്ഥല പരിമിതി എന്നുള്ളതാണ്. നമ്മുടെ ഈ പാടത്താണ് അതിന് മുൻകാലങ്ങളിൽ സ്റ്റേഡിയത്തിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയിരുന്നത്. പക്ഷേ നമുക്കറിയാം ഇവിടെ നമ്മൾ പരിസ്ഥിതിയൊക്കെ ചർച്ച ചെയ്തല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് ഫില്ല് ചെയ്യാനുള്ള അനുമതി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അന്ന് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് പുതിയ അന്ന് ഞങ്ങൾ 2015 വേറെ ഒരു രീതിയിലേക്ക് ഗ്രൗണ്ട് രാജാസ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ അവിടെ സ്റ്റേഡിയം പണിയണമെന്ന് ആഗ്രഹിക്കുകയും ചർച്ച ചെയ്തൊക്കെ. പക്ഷെ അതും ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കാതെ പോയി എന്നുള്ളതാണ്. എങ്കിൽ പോലും സ്ഥലം എടുത്തിട്ടായാലും ഈ ഭരണസമിതി ഒരു സ്റ്റേഡിയം കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഈ ഫുട്ബോൾ മേഖലയിൽ നമ്മൾ പിന്നെ എന്തെല്ലാം ചെയ്യും എന്നുള്ള, പ്രത്യേകിച്ച് മലപ്പുറം ഒരു ഫുട്ബോളിന്റെ പിന്നെ ആരാധകരും കളിക്കാരൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലബുകൾ പ്രോത്സാഹനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം സ്കൂളുകളിൽ തന്നെ ഈ PT പീരീഡ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് കുട്ടികൾക്ക് ഈ കായിക മത്സരത്തിന് അതിൽ ഫുട്ബോളൊക്കെ ആയിട്ട് അവർക്ക് കിട്ടണം സമയം. അപ്പൊ ഞങ്ങൾ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഒരു ഏകദേശം 1 മാസം 2 മാസമായിട്ട് ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലുള്ള പ്രോജക്റ്റുകൾ വിദഗ്ധരുമായി ആലോചിച്ച് നമ്മൾ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഈ ഫുട്ബോള്, ഈ കോച്ചിങ്ങുകൾ, ഈ PT മാഷ് നമ്മളെ ഈ സർക്കാർ സ്കൂളിൽ ഒരു PT ഈ പരിശീലനം കൊടുക്കാൻ വേണ്ടി മാത്രം PT ഒരു അധ്യാപകന്, അത് ഈ ഫുട്ബോൾ കോച്ചിങ്ങും അത് കായിക മേഖലയിലുള്ള ഏതെല്ലാം വിഭാഗത്തിന് താല്പര്യമുള്ള കുട്ടികൾക്ക് അവർക്ക് കോച്ചിങ് കൊടുക്കാൻ സാധിക്കും. അപ്പൊ അവിടെ മുനിസിപ്പാലിറ്റി തന്നെ ശമ്പളം കൊടുത്ത് നിർത്തി അതൊരു കോമൺ ഒരു സ്ഥലത്ത് വെച്ച് ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളെയും അതിനുള്ള പരിശീലനം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത് ചോദിച്ചത് സ്വിമ്മിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് മുമ്പ് നമ്മളിവിടെ സർട്ടിഫിക്കറ്റ് ഇതുപോലെ മാർക്കിന് വേണ്ടി നമ്മൾ കൊടുക്കാറുണ്ട്. അതിന് അവർക്ക് നീന്തം അറിയോ അറിയില്ലേ എന്നുള്ള ഇത് ടെസ്റ്റ് ചെയ്തൊരിക്കലും നമുക്കത് കൊടുക്കാൻ സാധിക്കൂല. കാരണം ഈ കുട്ടികൾ ഈ സമയത്ത് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചെയർമാന്റെ മുമ്പിൽ വന്നിട്ട് നീന്തൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യത്ത് വോട്ടർമാരുണ്ടാവുമ്പോൾ ആ നീന്തം അറിയോ അറിയില്ലെങ്കിൽ തരൂല എന്നും ചെയർമാന് പറയാൻ പറ്റൂല. അപ്പൊ സ്കൂളിൽ നിന്ന് PT മാഷ് ലെറ്റർ ഉണ്ടാവും. അവരും അത് കുട്ടികൾക്ക് ഉണ്ടോ ഇല്ല എന്ന് നോക്കിയിട്ടല്ല അവർ കൊടുക്കുന്നത്. അപ്പൊ അന്ന് അങ്ങനെ കൊടുക്കലായിരുന്നു. പക്ഷെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഈ എല്ലാ സ്കൂളിലെയും കുട്ടികളെ നീന്തൽ പരിശീലനം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇതിന് മാർഗം കാണുന്നത് ഒന്ന് ഈ പൊതുവായിട്ടാണ് പുറത്തുള്ള നിങ്ങളെ സ്കൂളിന്റെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇവിടെ അൽമാസുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ കോട്ടൂർ സ്കൂളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പിന്നെ രാജാസിൽ നമ്മൾ പുതിയ കുളം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഏകദേശം 70% പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പരിശീലനം കൊടുത്തുകൊണ്ട് തന്നെ സ്പോർട്ടിൽ തന്നെ അവർ പരിശീലനം പൂർത്തീകരിച്ചാൽ ചെയർമാന്റെ നീന്തൽ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ രീതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് നിങ്ങളെ അറിയിക്കാം.